മാസങ്ങൾ നീണ്ടുനിന്ന വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വരികയും താമസിയാതെ നാടുവിടേണ്ടി വരികയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. ബംഗ്ലാദേശിൻ്റെ ഭാവി ഇനി എന്തായിരിക്കുമെന്ന് ആശങ്കപ്പെടാനുള്ള സമയം പോലും നൽകാതെ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ പ്രൈസ് നേതാവുമായ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗവൺമെൻറ് അധികാരമേറിയിരിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുഹമ്മദ് യൂനുസിൻ്റെ പേര് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുവിടേണ്ടി വന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിദ്യാർത്ഥിയായ നഹീദ് ഇസ്ലാം എന്ന 26-കാരൻ. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെതിരെ പ്രവർത്തിച്ച നഹീദ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം അഥവാ സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ ദേശീയ കോഓർഡിനേറ്റർമാരിൽ ഒരാളാണ്. നഹീദിൻ്റെ കരുത്തുറ്റ പ്രസംഗവും സോഷ്യൽ മീഡിയ ഇടപെടലുകളുമാണ് വിദ്യാർത്ഥി സമരത്തെ മുന്നോട്ട് നയിച്ചത്. വിജയം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും പ്രധാനമന്ത്രിയുടെ രാജിയില്ലാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ 2ാം തലമുറയ്ക്കും സർക്കാർ ജോലിയുടെ 30% സംവരണം ചെയ്ത വിവാദ റിസർവേഷൻ സംവിധാനത്തിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ചിടത്താണ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന് വീഴ്ച പറ്റിയത്. ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ച നഹീദ് ഇസ്ലാം ഉൾപ്പെടെയുള്ളവരെ തീവ്രവാദികൾ എന്നാണ് സർക്കാർ വിശേഷിപ്പിച്ചത്. ജനാധിപത്യത്തിലൂന്നി വികസന കാഴ്ചപ്പാടുകളോടെ ഭരണം നയിച്ചിരുന്ന ഷെയ്ഖ് ഹസീന കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം അടിച്ചൊതുക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. രാഷ്ട്രീയ എതിരാളികളെ ഭീകരമുദ്രകുത്തി ജയിലിലടച്ചതും വധശിക്ഷ വിധിച്ചതും അധികാരനില ഭദ്രമാക്കുക എന്ന ഒറ്റ അജണ്ടയിൽ ഏകാധിപത്യ വഴിയിലേക്ക് ഹസീന തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരായി കലാലയത്തിൽ നിന്ന് തുടങ്ങിയ പ്രക്ഷോഭത്തിലേക്ക് ഭരണത്തിൽ അങ്ങേയറ്റം അസ്വസ്ഥരായിരുന്ന പ്രതിപക്ഷ കക്ഷികളും പൊതുജനങ്ങളും ചേരുകയായിരുന്നു. അതോടെ സർക്കാരിനും ഭരണകക്ഷിയായ അവാമി ലീഗിനുമെതിരെയുള്ള അഭൂതപൂർവമായ വെല്ലുവിളിയായി പ്രക്ഷോഭം മാറി. സർക്കാരിൻ്റെ അടിച്ചമർത്തലിൽ 300ഓളം പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. ഒരു ഘട്ടത്തിൽ ഷൂട്ട് ഓൺ സൈറ്റ് കർഫ്യൂ വരെ ഏർപ്പെടുത്തി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നതിൽ ഒരാൾ നഹീദ് ഇസ്ലാമായിരുന്നു. നഹീദിനെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നു. ജൂലൈ 19-ന് സബൂജ് ബാഗിലെ വീട്ടിൽ നിന്ന് 25 പേരടങ്ങുന്ന ഒരു സംഘം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞ് പൂർബച്ചാൽ പാലത്തിനടിയിൽ ബോധരഹിതനായാണ് നഹീദിനെ കണ്ടെത്തിയത്. ജൂലൈ 26-ന് ധർമോണ്ടിലെ ആശുപത്രിയിൽ നിന്ന് 2ാം തവണയും തട്ടിക്കൊണ്ടുപോയി. ആശുപത്രിയിൽ കടന്നു വന്ന സംഘം മെട്രോപൊളിറ്റൻ പോലീസ് ബ്രാഞ്ചിൽ നിന്നുള്ളവരാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് പോലീസ് അത് നിഷേധിച്ചു. നഹീദ് ഇസ്ലാമിൻ്റെ വാക്കുകളാണ് സമരത്തിലുടനീളം വിദ്യാർത്ഥികൾക്ക് കരുത്ത് നൽകിയത്. നെറ്റിയിൽ ബംഗ്ലാദേശ് പതാക കെട്ടി സമരവിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിൽ നഹീദ് ഇസ്ലാം സൈനിക സർക്കാരിനെയോ സൈനിക പിന്തുണയോടുകൂടിയുള്ള ഫാസിസ്റ്റ് സർക്കാരുകളെയോ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രൂപീകരിക്കാനും നഹീദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കൾ ആവശ്യപ്പെട്ടു. ആസിഫ് മഹ്മൂദ്, അബൂബക്കർ മജുംദാർ തുടങ്ങിയവരാണ് ആൻറ്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ മറ്റു നേതാക്കൾ. ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷം വ്യാപക ആക്രമണങ്ങളും അരങ്ങേറി. പ്രതിഷേധക്കാർ ഹസീനയുടെ വസതിയിലേക്ക് ഇരച്ചു കയറി. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പ്രതിമ നശിപ്പിച്ചു. രാജ്യവ്യാപകമായി കർഫ്യൂ ലംഘിച്ചു. ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും നഹീദ് സഹവിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. 1998-ൽ ധാക്കയിലെ അധ്യാപകൻ്റെ മകനായി ജനിച്ച നഹീദ് ഇസ്ലാം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതോടെ സമരത്തിൻ്റെ അന്തർദേശീയ മുഖമായി നഹീദ് മാറി. ഏകാധിപതികളായ ഭരണാധികാരികൾക്കെതിരെ ലോകത്തെമ്പാടുമുള്ള പ്രക്ഷോഭങ്ങളുടെ ഊർജ്ജമായി എക്കാലത്തും നഹീദ് ഇസ്ലാമും ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭവും ജ്വലിച്ചു നിൽക്കും.